ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ച ഒരു ബൊഗെയിൻവില്ല എങ്ങനെ റീപോർട്ട് ചെയ്യണം എന്നുള്ളൊരു വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. ആദ്യമായി പ്ലാന്റിൻ്റെ കവർ റിമൂവ് ചെയ്യുക. അതിനുശേഷം മണ്ണ് സോഫ്റ്റ് ആയിട്ടുള്ള മണ്ണാണോ ഹാർഡ് ആയിട്ടുള്ളതാണോ നോക്കുക. അതിനനുസരിച്ചുള്ള ടൈം വെള്ളത്തിൽ മുക്കി വെക്കുക. ഹാർഡ് ആയിട്ടുള്ളതാണെങ്കിൽ കുറച്ചധികം സമയം വെച്ച് ആ മണ്ണ് ഇളകി പോകുന്നത് വരെ വെക്കുക. അതിനുശേഷം കുത്തി ഇളക്കുകയൊന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വേരുകൾ പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി പോട്ടി മിക്സ് തയ്യാറാക്കാനായിട്ട് ഒരു ബക്കറ്റ് മണ്ണെടുത്തിട്ടുണ്ട് ഞാൻ. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 കപ്പ് ചകിരിച്ചോറ് ചേർത്തിട്ടുണ്ട്. വാഷ് ചെയ്തിട്ട് എടുത്ത ചകിരിച്ചോറാണ്. അതും കൂടെ ചേർക്കുക. അതിൻ്റെ കൂടെ തന്നെ 2 കപ്പോളം ഒരു വെർമി കമ്പോസ്റ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ. അതിന് ശേഷം നമ്മൾ മണ്ണും മണലും ചാണകപ്പൊടിയും കൂടെ മിക്സ് ആക്കിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് കുറച്ചധികം പ്ലാന്റ് റീപോർട്ട് ചെയ്യാനുള്ളതുകൊണ്ടാണ് ഇത്ര അധികം എടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കണം, കട്ടകളോ മണ്ണിൽ തരികളോ കല്ലുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റി കൊടുക്കണേ. പോട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഹോളുള്ള ചട്ടി എടുക്കുക. ചെറുതായിട്ടുള്ള ചട്ടി എടുത്താൽ മതി. എപ്പോഴും ശ്രദ്ധിക്കണം, വലിയ ചട്ടിയിൽ നടരുത്. വലിയ ചട്ടിയിലാണ് നടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂട്ട് വരാനും ഒക്കെ താമസം എടുക്കും, പ്ലാന്റ് പൂക്കാനും താമസമായിരിക്കും. ഇത് കണ്ടോ, ഈ പ്ലാന്റിന്റെ മണ്ണൊക്കെ ഇപ്പൊ പോയി കിട്ടിയിട്ടുണ്ട്. ഇത് കുത്തി ഇളക്കിയൊന്നും മണ്ണ് കളയരുത്. അതിനുശേഷം നമ്മൾ പോട്ടിൽ കുറച്ച് മണ്ണ് നിറച്ചിട്ട് അതിന് മുകളിലായിട്ട് പതുക്കെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. വേരിനൊന്നും അധികം ഡാമേജ് വരാത്ത വിധത്തിൽ വേണം പ്രസ് ചെയ്ത് കൊടുക്കാൻ. നന്നായിട്ട് അമർത്തി കൊടുക്കരുത്, ശക്തിയായിട്ട് അമർത്തരുത്. പതുക്കെ വെള്ളം നനച്ചു കൊടുക്കുക. കയ്യോ എന്തെങ്കിലും വെച്ചിട്ട് ശക്തിയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അതിന് ശേഷം പ്ലാന്റ് തണലത്ത് മാറ്റി വെക്കുക. ഒരു 2 ആഴ്ച തണലത്ത് വെക്കണം. 2 ആഴ്ചക്ക് ശേഷം പുതിയ ഇലകളൊക്കെ വന്നതിന് ശേഷം വെയിലുള്ള സ്ഥലത്ത് മാറ്റി വെക്കാം.